ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടോപ്പിക് ദാറ്റ് കെയിം അപ്പ് ഫോർ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്? ഡോക്ടറും അവരുടെ ഫ്രണ്ട്സും തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഡിസ്കഷന് അവർ എന്താ പറയുക, എടുത്തിട്ട ടോപ്പിക് എന്തായിരുന്നു? ദ ടോപ്പിക് വാസ് എൻകൗണ്ടർ വിത്ത് സ്നേക്സ്. അപ്പം സ്നേക്സിനെ കുറിച്ച്, പാമ്പുകളെ കുറിച്ച് പറയുന്നതായിരുന്നു. അവർ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഇവരുടെ ടോപ്പിക്കായിട്ട് വന്നിരുന്നത്. Question number 2, what does the expression full-blooded cobra suggest? അപ്പം full blooded cobra എന്ന ആ ഒരു എക്സ്പ്രഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, it suggests it was fully grown, strong and energetic. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുഴുവനായിട്ട് വളർന്ന അത്രയ്ക്കും ശക്തിയുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോബ്ര ആയിരുന്നു. അതാണ് കേട്ടോ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞത്. Question number 3, the sound was a familiar one. What was the sound? അപ്പോൾ അതിൽ ഡോക്ടർ പറയുന്നുണ്ട്, ആ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, പരിചയമുള്ള സൗണ്ട് ആയിരുന്നു. ആ സൗണ്ട് എന്തായിരുന്നു? ദ സൗണ്ട് ഓഫ് റാറ്റ്സ് റണ്ണിങ് അക്രോസ് ദ ബീം. സൗണ്ട് എന്തായിരുന്നു? ആ മരത്തടീൻ്റെ മുകളിൽ കൂടെ ഓടുന്ന എലികളുടെ ശബ്ദമായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഫെമിലിയർ സൗണ്ട്. In those days, next question ആട്ടോ. In those days, I was a great admirer of beauty. Pick out the phrases and expressions from the story that justify the statement. അതിലൊരു ആ ഒരു കോട്സ് കണ്ടില്ലേ, ആ ഒരു സെന്റൻസ് കണ്ടില്ലേ? എന്താണ്? ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ എന്താ പറയുക, സൗന്ദര്യത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എടുത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ ഇത് മീനിങ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും എന്താ പറയുക, സെൻറ്റൻസ് ഒക്കെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഡോക്ടർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ടേക്കിംഗ് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ അടുത്ത് നിന്ന് നോക്കാറുണ്ടായിരുന്നു. ഷേവ് ഡെയിലി, അതുപോലെ ദിവസവും ഷേവ് ചെയ്യണം. ഗ്രോ എ മൊസ്റ്റാച്ച് ടു ലുക്ക് മോർ ഹാൻസം. അദ്ദേഹം ഇങ്ങനെ പറയുന്നില്ലേ, എനിക്ക് സൗന്ദര്യം കൂടണമെങ്കിൽ ഞാൻ ദിവസവും ഷേവ് ചെയ്യണം, അതുപോലെ ഒരു ചെറിയ നേരിയ മൊസ്റ്റാച്ച്, ഒരു മീശ എനിക്ക് വെക്കണം, കുറച്ചുകൂടെ ഹാൻസമായി തോന്നിക്കാൻ. ഓക്കെ, Question number 5, what are the 2 important and earth-shaking decisions that the doctor takes while looking into the mirror? അപ്പം കണ്ണാടി നോക്കിയിട്ട് ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട, അല്ലെ, വളരെ നടുങ്ങുന്ന ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. One was to grow a mustache. ഒന്നെന്തായിരുന്നു? മീശ വളർത്തണം. And the other was to keep the attractive smile on his face to look more handsome. രണ്ടാമത്തെ എന്തായിരുന്നു? ഇപ്പം ഞാൻ ചിരിക്കുന്ന ആ ഒരു ചിരി, പുഞ്ചിരി എന്ന് പറയുന്നത് വളരെ എന്താണ്, അട്രാക്റ്റീവ് ആണ്, ആകർഷണം ഉള്ളതാണ്. അതെന്ത് ചെയ്യണം? എനിക്ക് എന്നും എൻ്റെ മുഖത്ത് നിലനിർത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചുകൂടി ഞാൻ സൗന്ദര്യമുള്ളവനായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. Question number 6, again came that noise from above. വീണ്ടും ആ ശബ്ദം മുകളിൽ നിന്ന് കേട്ടു. Did the doctor pay much attention to the noise? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡോക്ടർ അതിന് വലിയൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നോ? വൈ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. He didn't pay much attention to the noise. He thinks that it was the noise of the rats running across the beam. കാരണം അവൻ ചിന്തിച്ചെന്താ, ഡോക്ടർ ചിന്തിച്ചെന്താണ്? ആ ശബ്ദം എന്ന് പറയുന്നത് മുകളിലൂടെ ഓടി കളിക്കുന്ന എലികളുടേത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തില്ല? ഡിഡ് നോട്ട് പേ മച്ച് അറ്റൻഷൻ ടു ദ വോയിസ്. അതുകൊണ്ട് തന്നെ വോയിസിന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. Question number 7, what kind of a woman does the doctor wants to marry? Why? ഡോക്ടർ എങ്ങനെയുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. അതിന്റെ കാരണവും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. He wants to marry a lady doctor with plenty of money and a good medical practice. അദ്ദേഹത്തിന് എന്താണ്? ഒരുപാട് സമ്പത്തും അതുപോലെ നല്ല മെഡിക്കൽ പ്രാക്ടീസും ഒക്കെ ഉള്ള ഒരു ഡോക്ടറെ കല്യാണം കഴിക്കാൻ തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. She should also be fat. അവൾ എന്തുമായിരിക്കണം? കുറച്ച് തടിച്ച ഒരു സ്ത്രീ കൂടെ ആയിരിക്കണം. He wanted her to be so fat so that in cases he makes a mistake and wants to run away, she should not catch up with him. അപ്പോൾ തടിച്ച സ്ത്രീ വേണമെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? അവൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട്, ഡോക്ടർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് ഓടുകയാണെങ്കിൽ ആ സ്ത്രീക്ക് എന്നെ പിടിക്കാൻ വേണ്ടി കഴിയാൻ പാടില്ല. അതുകൊണ്ടാണ് തടിയുള്ള ആൾക്കാർക്ക് ഓടി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. Question number 8, what happened when the doctor was sitting on his chair? അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത്? എ ഫുൾ ബ്ലഡഡ് കോബ്ര ഫെൽ ഫ്രം ദ റൂഫ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോബ്ര താഴോട്ടേക്ക് വീണു. ഇറ്റ് കെയിം ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ. ആദ്യം വീണത് എവിടെയായിരുന്നു? ചെയറിന്റെ ബാക്കിലായിരുന്നു, കസേരയുടെ ബാക്കിലായിരുന്നു. ആൻഡ് കോയിൽഡ് ഇറ്റ്സെൽഫ് ഓൺ ദ ഡോക്ടേഴ്സ് ഷോൾഡർ. അതിനുശേഷം എന്ത് ചെയ്തു? ഡോക്ടറുടെ തോളിലായിട്ട്, അല്ലെ, നമ്മുടെ കൈമുട്ടിന്റെ മുകളിലായിട്ട് ആ നമ്മുടെ കോബ്ര എന്ത് ചെയ്തു? കോയിൽഡ് ആയിട്ട് ഇരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റി പിരിഞ്ഞ് ഇരുന്നു. Question number 9, how did the doctor react when the snake landed on him?
അവന്റെ മേലിലേക്ക്, ഡോക്ടറുടെ മേലിലേക്ക് ഈ കോബ്ര വീണു. അപ്പം ഡോക്ടർ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തിരുന്നത്? ഹി സാറ്റ് ദ ഹോൾഡിംഗ് ഹിസ് ബ്രീത്ത് ലൈക്ക് എ സ്റ്റോൺ. അപ്പൊ അദ്ദേഹം എങ്ങനെയാ ഇരുന്നത്? ഒരു കല്ല് പോലെ അല്ലെ, ശ്വാസം ഇങ്ങനെ പിടിച്ചു വെച്ച ഒരു കല്ല് പോലെയാ ഇരുന്നത്. ഹി വാസ് ടു എഫ്രൈഡ് ടു മേക്ക് എനി മൂവ് ഓർ എനി സൗണ്ട്. ഒന്ന് അനങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കാനോ അദ്ദേഹത്തിന് വളരെ എന്തായിരുന്നു, ഭയമായിരുന്നു. Question number 10. Why did the doctors in the chair like a stone image in the flesh? എന്തുകൊണ്ടാണ് ഡോക്ടർ ചെയറിലിരിക്കുന്ന ഡോക്ടറെ എന്താണ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്, ഫ്ലഷിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷിൽ കാണുന്ന സ്റ്റോൺ ഇമേജ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്ന ജീവൻ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഡോക്ടർ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ജീവനുള്ള ഡോക്ടർ ആണെങ്കിലും അദ്ദേഹം ആ ടൈമിൽ ഇരുന്നത് വേറൊരു കല്ല് പോലെയാണ് അല്ലെ, ഒരു ചിത്രം പോലെയാണ്. അതിന്റെ കാരണം എന്തായിരുന്നു? ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. കാരണം എന്താ? അദ്ദേഹത്തിന് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന്. ഹി ഹാഡ് നോ ടൈം ടു റിയാക്ട്. ഒന്ന് പ്രതികരിക്കാനുള്ള ഒരു ടൈം പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് ടെറിഫൈഡ് ആൻഡ് വാസ് ഓൾമോസ്റ്റ് ടേൺഡ് ഇൻടു എ സ്റ്റോൺ. അദ്ദേഹം ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവസാനം കല്ല് പോലെ നിന്നു. ഓക്കെ. Question number 11. In the story, the snake is compared to 3 objects. What are they? ഇവിടെ പാമ്പിനെ, ഈ സ്നേക്കിനെ 3 സാധനങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? ഒന്നെന്താണ്? എ റബ്ബർ ട്യൂബ്, ഒരു റബ്ബർ ട്യൂബ് പോലെ എന്ന് പറയുന്നില്ലേ, അങ്ങനെ. പിന്നെ എ ലെഡൻ റോഡ്, ഒരു കമ്പി പോലെ. ഓക്കെ. ദെൻ ആൻഡ് മോൾട്ടൺ ഫയർ, ഉരുകിയ തീ പോലെ എന്നിങ്ങനെ അദ്ദേഹം ഒരു പാരഗ്രാഫിൽ തന്നെയാണ് തോന്നുന്നു ഈ 3 കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നേക്കിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഈ 3 ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. Why did he feel that he was a stupid doctor? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് താൻ ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, വിവേകമില്ലാത്തൊരു ഡോക്ടറാണ് എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ഹി ഹാഡ് റാറ്റ്സ് ഇൻ ഹിസ് റൂം. അദ്ദേഹത്തിന്റെ റൂമിൽ എന്തുണ്ടായിരുന്നു? റാറ്റ്സ് ഉണ്ടായിരുന്നു, എലികൾ ഉണ്ടായിരുന്നു. ഹി കുഡ് നാച്ചുറലി എക്സ്പെക്ട് എ സ്നേക്ക് സംതിങ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പാമ്പിനെയും പ്രതീക്ഷിക്കേണ്ടതാണ് അല്ലെ. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ അവിടെ മച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു റൂഫ് മാത്രമേ ഉള്ളൂ. He should have kept with him some antidote for snake poison. അപ്പോൾ അഥവാ പാമ്പ് ഒന്ന് കടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുമരുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വേണമായിരുന്നു. ബട്ട് ഹി did not have any. പക്ഷെ അങ്ങനത്തെ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ താനൊരു സ്റ്റുപ്പിഡ് ഡോക്ടറാണ് എന്നൊരു ഫീല് വന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. It was suddenly a man of flesh and blood. പെട്ടെന്ന് എന്തായി? ഞാനൊരു ജീവനും ചോര നീരൊക്കെ ഉള്ള ഒരു മനുഷ്യനായി മാറി. വാട്ട് ഡസ് ദ ഡോക്ടർ മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു കാര്യം കൊണ്ട്, ഈ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഡോക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? when the snake was on him he was sitting like a stone. കാരണം എന്താ? സ്നേക്ക് അദ്ദേഹത്തിന്റെ മുകളിൽ മേലിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഒരു കല്ല് പോലെയാണ് ഇരുന്നത്. but when it moved away he acted like a man. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു മനുഷ്യനായി. he got up from his chair and went out through the door into the veranda. അദ്ദേഹം പെട്ടെന്ന് തന്നെ കസേരയിൽ നിന്ന് ചാടി എണീറ്റ് എന്ത് ചെയ്തു? വരാന്തയിലേക്ക് പോയി. From there he jumped to the yard and fled for his life. അവിടെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എന്താണ്? ജീവനും കൊണ്ട് ഓടി. Question number 14. Why did the doctor run to his friend's house? Did the snake harm the doctor? Why? എന്തുകൊണ്ടാണ് അദ്ദേഹം ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയത്? സ്നേക്ക് അദ്ദേഹത്തെ പിന്തുടർന്നിട്ട് എന്താണ് ഹാം ചെയ്തിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൂടെ ചോദിക്കുന്നുണ്ട്. He ran to his friend's house so that he could have a bath and clean himself after being touched by the snake. ഒന്നാമത്തെ എന്താണ്? അദ്ദേഹം ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ കാരണം ഒന്ന് കുളിക്കണം അല്ലെ, ശരീരത്തിൽ പാമ്പൊക്കെ ഇങ്ങനെ ഇഴങ്ങിയതുകൊണ്ട് ഒന്ന് കുളിക്കണം, കൂടാതെ ഒരു ഫ്രഷ് ആയിട്ടുള്ള നല്ല വസ്ത്രം കൂടി എനിക്ക് ധരിക്കണം. ദ സ്നേക്ക് ഡിഡ് നോട്ട് ഹാം ഹിം. അതുപോലെ പാമ്പ് അദ്ദേഹത്തെ ഉപദ്രവിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ടെറിഫൈഡ് ഹിം. പക്ഷെ ഒന്ന് ഭയപ്പെടുത്തി. ദ സ്നേക്ക് മസ്റ്റ് ഹാവ് തോട്ട് ഇറ്റ് ഹാഡ് ഫോളൻ ഇൻടു എ സ്റ്റോൺ ആസ് ദ മാൻ സാറ്റ് ലൈക്ക് ദാറ്റ്. അപ്പം എന്താണ്? ആ പാമ്പിന് പോലും തോന്നിയിട്ടുണ്ടാവും എന്താണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ ശരിക്കും എങ്ങനെ ഇരിക്കുന്ന ഒരു കല്ല് പോലെ ഇരിക്കുന്നത്, ഞാൻ ഇപ്പോൾ വീണത് ഒരു കല്ലിന്റെ മുകളിലാണ് എന്ന് ചിലപ്പോൾ പാമ്പിന് തോന്നിക്കാണും. മോറോവർ ദ സ്നേക്ക് ഗോട്ട് ബിസി അഡ്മയറിംഗ് ഇറ്റ് സെൽഫ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. അത് കൂടാതെ മെയിൻ കാര്യം എന്താണ്? പാമ്പിന് തന്റെ റിഫ്ലക്ഷൻ മിററിൽ കണ്ടപ്പോൾ അതിനോട് ഭയങ്കര ആരാധന തോന്നി അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. The thief had left behind one thing as final insult. What was the insult? അപ്പം ഈ കള്ളൻ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ടുപോയി പറഞ്ഞില്ലേ, പക്ഷെ അവിടെ ഒരു സാധനം മാത്രം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് ശരിക്കും എന്നെ സംബന്ധിച്ച് അത് അവിടെ ബാക്കി വെച്ചതൊരു ഇൻസൾട്ട് ആയിരുന്നു, ഒരു അപമാനമായിരുന്നു. എന്തായിരുന്നു ആ ഇൻസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The thief took everything except the dirty vest of the doctor. കള്ളൻ എന്ത് ചെയ്തു? എല്ലാ സാധനവും എടുത്തു, പക്ഷെ എന്ത് മാത്രം എടുത്തില്ല? അദ്ദേഹത്തിന്റെ ആ ഒരു അഴുക്ക് പിടിച്ച ആ ഒരു അടിവസ്ത്രം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഇഫ് പീപ്പിൾ സോ ദ ഡേർട്ടി വെസ്റ്റ് ദേ വുഡ് ഹാവ് എ പുവർ ഒപ്പീനിയൻ ഓഫ് ദി ഡോക്ടർ. ഇനിയിപ്പോൾ ജനങ്ങൾ ആ ഒരു ഇത് കാണുകയാണെങ്കിൽ, ആ ഡേർട്ടി ആയിട്ടുള്ള വെസ്റ്റ് കാണുകയാണെങ്കിൽ അവർ പറയും അയ്യോ ഇതൊരു പാവപ്പെട്ട ഡോക്ടറാണ് അല്ലേ. ആൻഡ് ദിസ് വാസ് ആഡിങ് ഇൻസൾട്ട് ടു ഇൻജുറി. അപ്പം വേദനയ്ക്കൊപ്പം ഇങ്ങനെ ആളുകൾ കരുതി കഴിഞ്ഞാൽ അത് വലിയൊരു അപമാനമായിട്ട് ഡോക്ടർക്ക് മാറിയേക്കാം. ഓക്കെ, നമുക്കിനി ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി, pick out sentences from the story The Snake and the Mirror and complete the table below. These sentences tell you the condition of the narrator. Some hints are given. അപ്പോൾ താഴെയിൽ എന്താണ് ഒരു ബോക്സ് നിങ്ങൾ കണ്ടില്ലേ, ആ സെൻറ്റൻസ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നമുക്ക് ഡോക്ടറുടെ അവസ്ഥ എന്താണ്, കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. അതിൽ വാസ് എഫ്രേഡ് ഓഫ് ദ സ്നേക്ക്. അപ്പോൾ ഡോക്ടർക്ക് ഈ പാമ്പിനോട് ഭയം ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു. അതുപോലെ വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ രൂപം അല്ലെ, അദ്ദേഹത്തെ മിററിൽ നോക്കി അദ്ദേഹത്തെ ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ബോക്സിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പാമ്പിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് കണ്ടില്ലേ, ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ, ഞാൻ ശരിക്കും ഒരു കല്ല് പോലെ ആയിട്ട് മാറി. I sat there holding my breath, ഞാൻ അവിടെ ഇരുന്നത് എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിട്ടായിരുന്നു. I want to write the words oh God on my little heart. അപ്പം എൻ്റെ ഒരു ചെറിയ ഹൃദയത്തിൻ്റെ മുകളിൽ എനിക്ക് oh God എന്ന് എഴുതാനായിട്ട് തോന്നി. I sat like a stone image in flesh. അപ്പം ഫ്ലഷിൻ്റെ മുകളിൽ, ഒരു ജീവൻ്റെ മുകളിൽ വെറും എന്താണ് ഒരു സ്റ്റോൺ ഇമേജ് ആയിട്ട് ഞാൻ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. I felt the presence of the creator. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സൃഷ്ടാവിൻ്റെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നി, വെച്ചാൽ ഗോഡിൻ്റെ. At my slightest move the snake would strike me. ഞാനൊന്ന് ചെറുതായിട്ട് അണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാമ്പ് തീർച്ചയായിട്ടും എന്നെ എന്ത് ചെയ്യും, കുത്തും. ഇനി അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ ആൻഡ് സ്മൈൽഡ്, ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ഇറ്റ് ഹാവ് എൻ അട്രാക്റ്റീവ് സ്മൈൽ, ശരിക്കും എന്താണ് അതിൽ ഒരു അട്രാക്റ്റീവ് സ്മൈൽ ഉണ്ടായിരുന്നു. Then I would shave daily, ഞാൻ ദിവസവും എന്ത് ചെയ്യും, ഷേവ് ചെയ്യും. I would grow a thin mustache to look more handsome. അതുപോലെ ഒരു ചെറിയ നേരിയ മൊസ്റ്റാഷ് മീശ ഞാൻ വെക്കും, കുറച്ചുകൂടെ ഹാൻസം ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഐ വുഡ് കീപ് സ്മൈലിംഗ് ടു ബി മോർ അട്രാക്റ്റീവ്. അതുപോലെ എൻ്റെ കുറച്ചുകൂടി എന്നെ ആകർഷണം തോന്നിക്കാൻ വേണ്ടി ഞാൻ എന്നും ഈ ഒരു ചിരി എൻ്റെ മുഖത്ത് സൂക്ഷിക്കും. ഐ വാസ് എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ, ഞാനൊരു ബാച്ചിലറാണ്, കൂടാതെ ഞാനൊരു ഡോക്ടറാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന് അപ്പിയറൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആക്ടിവിറ്റി 2, The story is about a frightening incident narrated in a humorous way. What makes it humorous? അപ്പോൾ ഈ ഒരു കഥ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന കഥയാണ് അല്ലേ, ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, ശരിക്കും സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു തമാശ രൂപേണയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. The writer has made use of certain striking contrasts in the story to bring about humor. അപ്പം കുറച്ച് തമാശകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The kind of person the doctor was. എങ്ങനെയാണ് ആ ഡോക്ടർ, ആ ഡോക്ടറുടെ ആ ഒരു എന്താ പറയുക, പ്രത്യേകത എന്തായിരുന്നു, സ്പെഷ്യാലിറ്റി എന്തായിരുന്നു, അതിൽ നമ്മുടെ നറേറ്റർ കൊണ്ടുവന്നിരിക്കുന്ന ഹ്യൂമർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്, ആ ഡോക്ടർ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഹീസ് എ പുവർ മാൻ, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഹിസ് ഏർണിങ്സ് വർ മിയർഡ്, അപ്പം അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഹി ഹാഡ് ഓൺലി ₹60 വിത്ത് ഹിം, വെറും ഒരു 60 രൂപ മാത്രമേ അതിൻ്റെ കയ്യിലുള്ളൂ. ഹി ലിവ്ഡ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം, ഒരു ചെറിയ വാടക റൂമിലാണ് താമസിക്കുന്നത്. ദർ വാസ് നോ ഇലക്ട്രിസിറ്റി ഇൻ ദ റൂം, ഇറ്റ് വാസ് ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ്, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, അതുപോലെ നിറയെ എലികൾ ഉണ്ടായിരുന്നു. ഹി ഈസ് കൺസേൺ വിത്ത് ഹിസ് അപ്പിയറൻസ്, ഹി ഈസ് ഓൾസോ കോൺഷ്യസ് ദാറ്റ് ഹി ഈസ് എ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അപ്പിയറൻസിനെ കുറിച്ച് കുറേ നല്ല ബോധവാനായിരുന്നു, ഒരുപാട് ശ്രദ്ധാലുവായിരുന്നു. അതുപോലെ ഹീ ഈസ് ഓൾസോ കോൺഷ്യസ് ദാറ്റ് ഹീ ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നുള്ളതും അദ്ദേഹത്തിന് എപ്പോഴും അങ്ങനെ ഒരു ബോധ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹീ റിയലൈസസ് ദാറ്റ് ഹി ഈസ് കാപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് ബ്ലണ്ടേഴ്സ്, അതുപോലെ അറിയാം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സോ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഞാനെന്നും അത് ഡോക്ടർക്ക് അറിയാവുന്നതാണ്. ഇനി സെക്കൻഡ് എന്താണ്, ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ടഡ് ടു ബി, എങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഹി വാണ്ട്സ് ടു അപ്പിയർ മോർ ഹാൻസം, കുറച്ചുകൂടി ഭംഗി തോന്നണം, ഭംഗി ഉണ്ടാവണം. ഫോർ ദാറ്റ് ഹി വിൽ കീപ് എ തിൻ മൊസ്റ്റാഷ് ആൻഡ് കീപ് സ്മൈലിംഗ്, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മീശ വെക്കാം, അതിൻ്റെ കൂടെ എപ്പോഴും ഒരു സ്മൈലി കീപ്പ് ചെയ്യാം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹി വാണ്ട്സ് ടു ബി എ സക്സസ്ഫുൾ ആൻഡ് റിച്ച് മാൻ, അതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പണക്കാരനൊക്കെ ആവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
ദെൻ ദ പേഴ്സൺ ഹി വാണ്ട്സ് ടു മാരി, എങ്ങനെയുള്ള ഒരു വ്യക്തിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഹി വാണ്ട്സ് ടു മാരി എ ലേഡി ഡോക്ടർ വിത്ത് മണി ആൻഡ് ഓൾസോ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഹി വാണ്ട്സ് ഹെർ ടു ബി ഫാറ്റ് സോ ദാറ്റ് ഷീ ഡസൻറ്റ് കാച്ച് അപ്പ് വിത്ത് ഹിം ഇഫ് ഹി മേക്സ് എ മിസ്റ്റേക്ക് ആൻഡ് വാണ്ട്സ് ടു റൺ അവേ. എന്താ പറഞ്ഞിരിക്കണേ, ഒരുപാട് മെഡിക്കൽ പ്രാക്ടീസും അതുപോലെ ഈ സമ്പത്തൊക്കെ ഉള്ള ഒരു ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ അവർ കുറച്ച് തടി ഉണ്ടാവണം, കാരണം ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് ഓടുന്ന സമയത്ത് അവർക്ക് എന്നെ പിടിക്കാനായിട്ട് പറ്റരുത്. ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീഡ്, പക്ഷെ അവരെ ശരിക്കും കല്യാണം കഴിച്ച സ്ത്രീ എങ്ങനെയായിരുന്നു? ഹി മാരീസ് എ തിൻ ആൻഡ് സ്ലെൻഡർ വുമൻ, ഷീ കുഡ് റൺ ലൈക്ക് എ സ്പ്രിന്റർ. എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു മെലിഞ്ഞ് അത്ര ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അവർക്ക് നന്നായിട്ട് ഓടാൻ കഴിയുമായിരുന്നു. പിന്നെന്താ, ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, അയാൾ കണ്ണാടിയിൽ നോക്കിയ സമയത്ത് അവരുടെ ഉള്ളിലേക്ക് വന്ന ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ലുക്സ്, അപ്പം അദ്ദേഹത്തിന്റെ ആ ലുക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ എന്ത് തോന്നി? അഭിമാനം തോന്നി. ഹി വാണ്ടഡ് ടു അപ്പിയർ മോർ ഹാൻസം, കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടാവണം എന്ന് തോന്നി. For that he would shave daily and he would grow a thin mustache. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിവസവും ഷേവ് ചെയ്യണം, അതുപോലെ ഇനി ഒരു മീശ വളർത്തണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തയുണ്ടായി. He also would keep smiling to add to his glamour. അപ്പോൾ കുറച്ചുകൂടെ ഗ്ലാമർ കൂടാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു സ്മൈലും കീപ്പ് ചെയ്യാം എന്ന് അദ്ദേഹത്തിന് തോന്നി. His thoughts when the snake coiled around him. അപ്പോൾ ഒരു പാമ്പ് വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റിയ സമയത്ത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വന്ന ചിന്തകൾ? He was so terrified that he turned into a stone. ഒരുപാട് പേടി ഉണ്ടായിരുന്നു, കൂടാതെ ഒരു കല്ല് പോലെ ആയി. He thought of God. ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു. He felt pain when the snake coiled around his arm. അപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചതുകൊണ്ട് തന്നെ കൈക്ക് വേദന ഫീൽ ചെയ്തു. He would be in trouble if the snake bit him. അപ്പം എന്താണ്, അവൻ ഈ പാമ്പ് അഥവാ അവനെ കുത്തുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ട്രബിളിൽ പോകുമെന്ന് പറഞ്ഞാൽ പ്രശ്നത്തിലേക്ക് ആവുമെന്ന് അവന് അറിയായിരുന്നു. ഹി ഹാഡ് നോ മെഡിസിൻ അഗൻസ്റ്റ് സ്നേക്ക് പോയിസൺ. അപ്പോൾ പാമ്പ് കൊത്തിയിട്ടുണ്ടെങ്കിൽ ആ വിഷത്തിന് പ്രതിമരുന്നായിട്ട് അവൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അവൻ അവസാനം എന്ത് ചെയ്തു, അവനെ തന്നെ പരിഗണിച്ചത് എങ്ങനെയാണ്? ഒരു തീരെ ബുദ്ധിയില്ലാത്ത അല്ലെ വിഡ്ഢിത്തം മാത്രം കാണിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ആയിരുന്നു. Question number 3 നോക്കൂ. Now based on what you have written, prepare short paragraphs on the use of contrast in the story to bring out the humor. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ, അത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളോട് ആ ഹ്യൂമറസ് പാർട്സ് ഒക്കെ ഒന്നും കൂടി ഒരു എന്താ പറയുക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Bashir has used contrast to bring humor into a frightening story where a full-blooded cobra coiled around a doctor. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബഷീർ എന്ത് ചെയ്തു, ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെ അതിൽ ഒരു ഹ്യൂമർ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. The doctor is a poor man. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യമാണ്, അത് സെന്റൻസ് വൈസ് പാരഗ്രാഫ് ആയിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ വായിക്കാം. The doctor is a poor man. His earnings were mere. He had only 60 rupees with him. He lived in a small rented room. There was no electricity in the room. It was infested with rats. He is concerned with his appearance. He is conscious that he is a doctor. He realizes that he is capable of committing blunders, but he wants to appear smart and more handsome. For that, he will keep a thin mustache and keep smiling. He wants to be a successful and rich man. He wants to marry a lady doctor with money and also good practice. He wants her to be fat so that she does not catch up with him if he makes a mistake and wants to run away. But he ends up marrying a thin and slender woman. She could run like a sprinter. He was proud of his looks. He is a doctor and he would marry a rich woman. He wanted to appear more handsome. He was feeling happy when suddenly from the beam a cobra fell down and coiled around him. All his thoughts about making himself more handsome and getting married vanished like mist in sunshine. He was so terrified that he turned into a stone. He thought of God. He felt pain when the snake coiled around his arm. He would be in a trouble if the snake bite him. He had no medicine against snake poison. He considers himself as a poor, foolish and stupid doctor. When the snake releases its hold on him, we see him fleeing for his life. പറഞ്ഞിരിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ, കുറച്ചുകൂടി ലഘൂകരിച്ച് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് വായിക്കുമ്പം എല്ലാം നമുക്ക് മനസ്സിലാകും, ഒക്കെ കണക്ട് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. In the story, the snake did not harm the homeopath. അപ്പം ആ ഒരു ഡോക്ടറെ സ്നേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. The homeopath in turn did not hurt it. അപ്പം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, തിരിഞ്ഞിട്ട് അതിനെ ഉപദ്രവിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. Keeping Bashir's vision on nature and its beings comment on the story. അപ്പോൾ എന്താണ്, ബഷീറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു
സ്റ്റോറിക്ക് നമ്മളോട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, പ്രകൃതിയും അതുപോലെ ജീവജാലങ്ങളൊക്കെ എന്താണ് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ഡിഡ് നോട്ട് ഹാം ദ ഹോമിയോപ്പത്ത്. അല്ലെ, ഈ കഥയിൽ നമ്മൾ ത്രൂ ഔട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു രീതിയിലും ആ ഡോക്ടറെ പാമ്പ് ഉപദ്രവിച്ചിട്ടില്ല. ദ ഹോമിയോപ്പത്ത് ഇൻ ടേൺ ഡിഡ് നോട്ട് ഹേർട്ട് ഇറ്റ്. അദ്ദേഹം ഉപദ്രവിച്ചിരുന്നില്ല. ബൈ സേയിങ് ദിസ്, ഇത് പറഞ്ഞുകൊണ്ട് ബഷീർ ഈസ് എംഫസൈസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളോട് തുറന്നു കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഊന്നൽ തന്നുകൊണ്ട് കാണിക്കുന്ന ആ ഒരു കാര്യം എന്താണ്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. നമ്മൾ ജീവിക്കുക, കൂടാതെ മറ്റുള്ളതിനെ ജീവിക്കാനും കൂടെ അനുവദിക്കുക, അല്ലേ. Men and animals are supposed to coexist in this world. കാരണം ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം ഉള്ളതല്ല, അവിടെ നമ്മുടെ മൃഗങ്ങളും ആനിമൽസും മറ്റെല്ലാ ക്രിയേച്ചേഴ്സിനും ജീവിക്കാനുള്ള എന്താണ് അവകാശം ഉണ്ട്. As man has the right to live, the animals also have the right to live. അപ്പോൾ മനുഷ്യന് അവകാശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ജീവജാലങ്ങൾക്കും അതിനുള്ള അവകാശം ഉണ്ട്. It is a known fact that animals do not harm people unless they are provoked and feel threatened. അപ്പം ഒരു സത്യമാണ് ഇത്. എന്താണ്, നമ്മളൊന്ന് ഒരു എന്ത് ജീവി ആയിക്കോട്ടെ, നമ്മൾ അതിനെ പ്രൊവോക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെ വെറുപ്പിക്കാതെ, അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക, അതൊരു അപകടത്തിൽ പെടുന്നു എന്ന് അതിന് തോന്നുന്നത് വരെ അത് നമ്മളൊന്നും ചെയ്യില്ല, അല്ലേ. നോ സ്നേക്ക് വിൽ ഡെലിബറേറ്റ്ലി കം ആൻഡ് ബൈറ്റ് യു. അപ്പം അങ്ങനെ ഒരു ഫീൽ അതിനില്ലെങ്കിൽ, കാരണം നമ്മൾ അതിനെ വെറുതെ വിടുകയാണെങ്കിൽ നമ്മൾ അതൊന്നും തിരിച്ച് ചെയ്യില്ല. ബട്ട് വി ഡെലിബറേറ്റ്ലി കിൽ സ്നേക്സ്. പക്ഷെ നമ്മൾ ഒരു ആവശ്യമില്ലാതെ അവറ്റകൾ എന്ത് ചെയ്യാറുണ്ട്, കൊല്ലാറുണ്ട്. എ സ്നേക്ക് വിൽ അറ്റാക്ക് ഓൺലി ഇഫ് ഇറ്റ് ഫീൽസ് ത്രട്ടൻഡ് ആൻഡ് ഇറ്റ്സ് എസ്കേപ്പ് റൂട്ട് ഇസ് ബ്ലോക്ക്ഡ്. അപ്പോൾ ഒരു പാമ്പ് എപ്പോഴാണ് പ്രതികരിക്കുക, അതിനെ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അടഞ്ഞു, അല്ലെങ്കിൽ താനിനിയൊരു ഭീഷണി പുറത്താണ് നിൽക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇഫ് ദേ സീ പീപ്പിൾ ദേ വിൽ എയ്തർ ട്രൈ ടു ഹൈഡ് ഓർ റൺ അവേ. അല്ലെ, ശരിക്കും ഒരു മനുഷ്യനെ കണ്ട ഈ പാമ്പൊക്കെ ചെയ്യുന്നത് എന്താ, ഒന്നെങ്കിൽ നമ്മൾ കാണാതെ ഒളിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ദൂരേക്ക് ഓടിപ്പോവുകയൊക്കെയാണ് ചെയ്യാറ്. ദേ ബൈറ്റ് ഓൺലി വെൻ പീപ്പിൾ സ്റ്റെപ്പ് ഓവർ ദം അൺനോയിങ്ലി ഓർ ചേസ് ദം ആൻഡ് ബ്ലോക്ക് ദിയർ എസ്കേപ്പ് റൂട്ട്. നമ്മൾ അറിയാതെ അതിനെ ഫോളോ ചെയ്താലോ എന്താണ്, അല്ലെങ്കിൽ ഒന്ന് ചവിട്ടി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, അത് റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക, നശിപ്പിക്കണം എന്ന രീതിയിൽ അതിനെ ചേസ് ചെയ്യുമ്പോഴും റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ ദാറ്റ് സെൻസ് മാൻ ഇസ് ദ ഓൺലി ആനിമൽ ദാറ്റ് കിൽസ് ഫോർ പ്ലഷർ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഒരു മൃഗം എന്ന് പറയുന്നത്, അല്ലേ. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു തമാശ പരുവത്തിലാണ് നമ്മൾ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കുന്നത്. Animals of prey may kill to satisfy their hunger. ഓക്കെ, ഇപ്പൊ ഇരപിടിക്കുന്ന ജീവികളാണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവറ്റകൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ജീവജാലങ്ങളെ കൊല്ലുന്നത്. ബട്ട് വി ഡു ഇറ്റ് ഫോർ ഫൺ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു തമാശയ്ക്ക്. അതിനെ കൊല്ലുന്ന സമയത്ത് അത് പടയുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലേ. ബഷീർ ഇസ് ഓഫ് ദ വ്യൂ ദാറ്റ് we should let animals live their life without interfering with them unless they prove dangerous to us. അപ്പോൾ എന്താ, നമുക്ക് അപകടം ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്ന ഒരു ജീവിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അതിനെ ഉപദ്രവിക്കാനൊന്നും പോകാൻ പാടില്ല. ഓക്കെ, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ഈസ് വാട്ട് ഹി ഇൻസിസ്റ്റ്. അപ്പോൾ വളരെ സമാധാനമായിട്ടുള്ള ഒരു ഒത്തുജീവിതമാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്, അല്ലേ. ഇറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇൻ വിച്ച് ദ ഹോമിയോപത്ത് ഹാസ് ഫൈൻ ഡ്രീംസ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ വൈഫ്. അപ്പോൾ ഇതിൽ നല്ലൊരു സ്റ്റോറിയാണ്, ഇതും കൂടെ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എന്താ ഭാവി വധു ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ അടുത്തത്. കളക്ട് സിവിലിയർ സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഷോയിങ് ദ ഹാർമണി ഓഫ് നേച്ചർ. ആൻ എക്സാമ്പിൾ ഈസ് ഭൂമിയുടെ അവകാശികൾ ബൈ ബഷീർ. ഇപ്പോൾ ബഷീറിൻ്റെ തന്നെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട്. അതിൽ പറയുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ പ്രകൃതിയോടുള്ള അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധവും ഒക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് അത്. അപ്പോൾ അതുപോലെയുള്ള സ്റ്റോറീസ് അത് ഇംഗ്ലീഷാവാം മലയാളത്തിലാവാം നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ.